രഞ്ജി ട്രോഫി ഫൈനലിൽ ആധിപത്യമുറപ്പിച്ച വിദർഭയ്ക്കെതിരെ പൊരുതാനുറച്ചു കേരളം. അവസാന ദിവസമായ ഇന്ന് അതിവേഗം വിദർഭയെ പുറത്താക്കാനാകും കേരളത്തിന്റെ ശ്രമം. 132 റൺസോടെ കരുൺ നായരും 4 റൺസുമായി അക്ഷയ് വാഡ്കർ എന്നിവരുമാണ് ക്രീസിലുള്ളത്. നാഗ്പൂരിൽ നിന്ന് മഹേഷ് പോലൂരാണ് ചേരുന്നത്. മഹേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അവസാന ദിനമാണ്, അതുകൊണ്ട് കേരളത്തിന് വളരെ നിർണായകവുമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വിദർഭയെ തകർക്കാൻ എന്തൊക്കെയാകും കേരളത്തിന്റെ കരുനീക്കങ്ങൾ? ദിവ്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്ന ദിനം തന്നെയാണ് നമ്മൾ. പക്ഷേ ക്രിക്കറ്റിലെ ചില യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ അമിതമായ ഒരു പ്രതീക്ഷയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം 6 വിക്കറ്റുകൾ ഇപ്പോഴും വിദർഭയുടെ കൈവശമുണ്ട്. 249 റൺസ് രണ്ടാം ഇന്നിങ്സിൽ അവർ നേടി. 286 റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ആകെ ലീഡ് അവർക്ക് 286 മാത്രമല്ല, ഇന്ന് ആദ്യ സെഷനിൽ 6 വിക്കറ്റുകളെങ്കിലും വീഴ്ത്തി പിന്നീടുള്ള 2 സെഷനുകളിൽ ഏകദിന ശൈലിയിലെങ്കിലും ബാറ്റ് വീശിയാൽ മാത്രമാകും കേരളത്തിന് ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കൂ. ആദ്യ ഇന്നിങ്സിലെ ലീഡ് കിട്ടാതെ പോയതാണ് കേരളത്തിന് ഇത്രയും വലിയ വിനയായത്. അനായാസമായി നമ്മൾ ലീഡ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ച സാഹചര്യത്തിൽ നിന്നാണ് തുടരെ വിക്കറ്റുകൾ പോകുന്നതും റൺസ് കണ്ടെത്താൻ ബാറ്റർമാർ പ്രയാസപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ്. 3-ാം ദിനമായിരുന്നു വളരെ ഈ കളിയുടെ ഗതി നിർണ്ണയിച്ചത് 3-ാം ദിനമായിരുന്നു. ഇന്നലെയും നമുക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാവിലെ 7 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിച്ചിരുന്നു. വിദർഭയുടെ 2 വിക്കറ്റുകൾ അതിവേഗം വീണിരുന്നു. പക്ഷേ പിന്നീട് കരുൺ നായരും ഡാനിഷ് മലബാറും ചേർന്ന് 183 റൺസിൻ്റെ വലിയ കൂട്ടുകെട്ട് പടുത്തുയർത്തി നമ്മളെ ബൗളർമാർക്കൊന്നും സാധിക്കാതെ വന്നു. അതിനുശേഷം 2 വിക്കറ്റുകൾ കൂടി വീണു. അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ 2 വിക്കറ്റുകൾ കൂടി വീണിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആദ്യ സെഷൻ്റെ അതിവേഗം ചുരുങ്ങിയത് ഒരു 70 ഓവറെങ്കിലും കേരളത്തിന് ബാറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഒപ്പം തന്നെ ഒരു 10, 300, 350 റൺസിൻ്റെ ഉള്ളിലുള്ള ഒരു ടാർജറ്റുമാണെങ്കിൽ ഒന്ന് പൊരുതി നോക്കാം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷകൾ നമ്മൾ ഈ പിച്ചിൽ വെക്കേണ്ടതില്ല എന്നതിനാണ് നമ്മൾ തോന്നുന്നത്. പക്ഷേ ക്രിക്കറ്റാണ്, നമുക്കറിയാം. 36 പന്തിൽ സെഞ്ചുറി നേടിയ മുഹമ്മദ് അസറുദ്ദീനെ പോലെയുള്ള താരങ്ങൾ നമുക്കൊപ്പമുണ്ട്. അതിവേഗ റൺസ് കണ്ടെത്തുന്ന സൽമാൻ നിസാറും ഉണ്ട്. ഒരുപക്ഷെ കേരളം വലിയ പ്രതീക്ഷിക്കുന്ന ഓൾറൗണ്ടറായ ഏതൻ ആപ്പിൾട്ടോം വരെ അതിവേഗം റൺസ് കണ്ടെത്തുന്ന താരങ്ങളാണ്. അതുകൊണ്ട് ക്രിക്കറ്റാണ്, നമുക്ക് ഇതെല്ലാം പ്രവചനാതീതമാണ്. അതിനപ്പുറത്ത് നമ്മൾ അമിതമായ ഒരു പ്രതീക്ഷ വെച്ച് കേരളത്തിന് ഒരു കപ്പെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഇവിടുന്ന് ഈ സമയത്ത് പറയാൻ വയ്യ. ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിമിഷം വരെ എത്തിയ ടീം അത് ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. മാത്രമല്ല, ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ എത്ര നമുക്ക് അഭിനന്ദിച്ചാലും മതിയാവില്ല. വലിയ ഒരു എന്താ പറയുക, കെട്ടുറപ്പിൻ്റെ ഒരു പ്രയത്നം കൂടിയാണ് കേരള ടീം ഇതുവരെ ഫൈനലിൽ എത്തിയത്. പൊരുതി നോക്കിയിട്ടുണ്ട്, വിദർഭ വിറച്ചിട്ടുണ്ട്, അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. മലയാളിയായ കരുൺ നായരാണ് ഒരു പക്ഷേ കേരളത്തിന് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ തല്ലിത്തകർത്തത് മറ്റൊരു മലയാളിയാണ്, കരുൺ നായരാണ്. അദ്ദേഹം ക്രീസിലുണ്ട് 132 റൺസുമായി. ഒന്നുകിൽ കേരളത്തിൻ്റെ ജയം, അതല്ലെങ്കിൽ കരുൺ നായരുടെ ഒരു 10-200 റണ്ണോ ഇരട്ട സെഞ്ചുറിയൊക്കെ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ സെഷൻ വളരെ നിർണായകമാണ്. ആദ്യ സെഷനിലെ 10-15 ഓവറുകൾ വളരെ നിർണായകമാണ്. അതിലറിയാം ഈ കളി എങ്ങോട്ട് പോകും എന്നുള്ളത്. നേരിയ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ജയമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശക്തമായി പൊരുതാൻ തന്നെയാണ് കേരളത്തിന്റെ താരങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. കിരീടം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ ചുണക്കുട്ടികളാണ് ഇതുവരെ എത്തിയത് തന്നെ വലിയ ചരിത്ര നേട്ടം തന്നെയാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും നാഗ്പൂരിൽ നിന്ന് വിവരങ്ങളാണ് മഹേഷ് പോലൂർ നൽകിയത്.